ആഭാസം എന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ വെച്ച് നടൻ അലൻസിയർ കാണിച്ച ആഭാസത്തരം ഏറെ കോളിളക്കമുണ്ടാക്കിയതാണ്. അന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരിയ അലൻസിയർ സ്ത്രീകൾക്ക് നേരെ പതിവായി അതിക്രമം കാട്ടുന്ന ആളെന്നാണ് പുറത്തുവരുന്ന കത്തുകൾ. 2017 ബംഗളൂരുവിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയുമായി രംഗത്തെത്തിയത് യുവനടിയാണ്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത എറണാകുളം ചെങ്ങമനാട് പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് അലൻസിയറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ലൈംഗിക പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിൻ്റേത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാതെ വന്നതോടെയാണ് രഞ്ജിത്തിന് അനുകൂലമായ നടപടി. അലൻസിയർക്കെതിരെ പെൺകുട്ടി നൽകിയ പരാതിയിൽ ചെങ്ങമനാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ. അലൻസിയർ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അലൻസിയറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അലൻസിയറിന്റെ കേസും ഇത്തരത്തിൽ താൻ നേരത്തെ തന്നെ പരാതിപ്പെട്ടതാണ്, പക്ഷേ പരാതിയിൽ വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്ന് കാണിച്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുൻപാകെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുൻപ് അമ്മയുടെ ഭാരവാഹികളുമായി, പ്രത്യേകിച്ചും ഇടവേള ബാബുവുമായി ഇത് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇത്തരത്തിൽ അലൻസിയർ തന്നെ തന്നോട് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് നടപടികൾ ഉണ്ടായില്ല. മാത്രമല്ല, അമ്മയുടെ ഭാരവാഹിയായിരുന്ന ഇടവേള ബാബു ആ സമയത്ത് പറഞ്ഞത് അലൻസിയർ മാപ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് നിലനിൽപ്പില്ല എന്നുള്ള തരത്തിലായിരുന്നു സംസാരിച്ചത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമുള്ള നടിമാരുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നതിനൊപ്പമാണ് അലൻസിയറിനെതിരെയുള്ള ഈ പരാതി വന്നത്. പെൺകുട്ടി നേരിട്ട് SITക്ക് പരാതി നൽകുകയും അതേ തുടർന്നാണ് ചെങ്ങമനാട് പോലീസ് ഈ കാര്യത്തിൽ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. 2009 നടന്ന സംഭവമായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ IPC എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേസെടുക്കുക. അതനുസരിക്കുമ്പോൾ 2009 നടന്ന ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമം എന്നുള്ള നിലയിലുള്ള ഈ കേസിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് എന്ന് പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. 2009 നമുക്കറിയാം, പാലേരി മാണിക്യം സിനിമയുടെ ഓഡീഷനുമായി ബന്ധപ്പെട്ടാണ് ബംഗാളി നടി രഞ്ജിത്തിനെ സമീപിക്കുന്നതും ആ സമയത്താണ് തനിക്ക് രഞ്ജിത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായി എന്നൊരു പരാതി വരുന്നതും അവരൊരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത് വെളിപ്പെടുത്തുന്നതും. തുടർന്നുണ്ടായ കോലാഹലങ്ങൾക്കൊടുവിൽ ബംഗാളി നടി പരാതി നൽകുകയും രേഖാമൂലം പരാതി നൽകുകയും ഇതനുസരിച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രഞ്ജിത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് ചാർജ് ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങിയിരിക്കുകയാണ്.